ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മേഘാലയയിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരു യാത്രക്കാരൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഷില്ലോങ് പോവുക, ദ്വാക്കിയിൽ ആ ബോട്ടിംഗ് നടത്തുക, ചിറാപുഞ്ചി കാണുക, പിന്നെ കുറച്ചധികം വെള്ളച്ചാട്ടങ്ങളല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി മറ്റൊരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 600 വർഷത്തിന് മേളിൽ പഴക്കമുള്ള നിഗൂഢതകൾ നിറഞ്ഞ എന്നാൽ ഒരു രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന, അതിനൊക്കെയും പുറമെ വളരെയധികം റിലീജിയസ്ലി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും, നിങ്ങൾക്ക് പോത്തിട്ടായിരിക്കും. ശ്രീ നാർത്തിയാങ് ദുർഗാമാതാ ടെമ്പിൾ ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിൽ ഒന്ന്. ഈ അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ കാമാഖ്യ ദേവി ടെമ്പിൾ പോലെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ദുർഗാമാതാ ടെമ്പിൾ. ഈ കാമാഖ്യ ദേവി ടെമ്പിളിൽ നമ്മുടെ യോനി ആയിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് സതീദേവിയുടെ തുടയാണ് ആരാധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തുട വന്ന് വീണു എന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങൾ കാമാഖ്യ ദേവി ടെമ്പിളിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ആസാം പ്ലേലിസ്റ്റിലുണ്ട്, പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇവിടെ നമ്മുടെ സതീദേവിയെ പ്രാർത്ഥിക്കുന്നത് ദേവി ജയന്തി എന്നായിട്ടാണ്. അപ്പോൾ ജൈനേശ്വരി ഈ അമ്പലം പണിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ജൈന്തിയ രാജകുടുംബമാണ്, അല്ലെങ്കിൽ രാജവംശമാണ്. ഈ ടെമ്പിൾ വന്നിട്ട് അവരുടെ സമയത്ത് സമ്മർ ക്യാപിറ്റലിൽ നിന്ന് ആദ്യത്തെ സർവ് ചെയ്തുകൊണ്ടിരുന്നതും ഈ അമ്പലമാണെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യം. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം ഈ ശക്തിപീഠങ്ങൾക്ക് അപ്പുറം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അമ്പലത്തിൽ നരബലി നടന്നിരുന്നു. ഈ മനുഷ്യനെ കൊല്ലുക, മനുഷ്യനെ സാക്രിഫൈസ് ചെയ്യുക, മനുഷ്യൻ്റെ ജീവൻ അല്ലേ. ഈ നരബലി നടന്നതിന് ശേഷം മനുഷ്യൻ്റെ തല, അതിൽ നരബലി നടത്തിയ മനുഷ്യൻ്റെ തല അമ്പലത്തിന് അടിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടിയിട്ട് താഴെ കൂടി ഒഴുകുന്ന നദിയിലേക്ക് പോയി പതിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ചരിത്രം പറയുന്നത്. നമ്മളത് കണ്ടിട്ടില്ല, നമുക്കറിയില്ല. ഭാഗ്യത്തിന് ഇപ്പോൾ അവിടെ നരബലിയും ഇല്ല. നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് അത് നിർത്തലാക്കി. ഇപ്പോഴും ആടിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആടിനെ ബലി കൊടുക്കുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബലി നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതേ സെയിം കാര്യം നമ്മുടെ ശ്രീ കാമാഖ്യ ദേവി ടെമ്പിളിലും നടക്കുന്നുണ്ട്. ഈ ശക്തിപീഠങ്ങളൊക്കെയും തന്ത്രവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാകണം ഈ ബലികൾ അല്ലെങ്കിൽ സാക്രിഫൈസസ് നടത്തുന്നതല്ലേ, അതാകാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ ബ്രാഹ്മിൻസ് തന്നെ പൂജ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ മാറി. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ബ്രാഹ്മിൻസ് ആയിരുന്നു പൂജയുടെ ഒരു അപ്പർ ഹാൻഡ്, അവരായിരുന്നു പൂജ ചെയ്യാൻ അർഹതപ്പെട്ടവർ, ദൈവത്തിൻ്റെ തൊട്ടടുത്ത ആൾക്കാർ. എന്നാൽ ഈ നരബലി കാരണം, ഹ്യൂമൻ സാക്രിഫൈസ് കാരണം ഈ അമ്പലം ബിൽഡ് ചെയ്ത സമയത്ത് ബ്രാഹ്മിൻസ് വില്ലിങ് അല്ലായിരുന്നു എന്നും. സോ ആ സമയത്തെ റൂളിംഗ് ഫാമിലി, രാജകുടുംബം മഹാരാഷ്ട്രയിൽ നിന്ന് മറാത്ത ബേസ്ഡ് ഒരു ക്ഷത്രിയ കുടുംബത്തെ പൂജാരിമായിട്ട് അവർ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയും. അവർ ബ്രാഹ്മിൻസ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ക്ഷത്രിയ രക്തമുള്ള, ക്ഷത്രിയ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ബ്രാഹ്മിൻ ഫാമിലി, ബ്രാഹ്മിൻ റൂട്ടഡ് ആയിട്ടൊരു ഫാമിലിയായിരുന്നു. അവരാണ് ഇവിടെ ഇപ്പം പൂജ നടത്തുന്നത്. അവർക്ക് നരബലി ചെയ്യുന്നൊരു പ്രശ്നമില്ലായിരുന്നു. ഏതാണ്ട് 30ഓളം ജനറേഷൻസിന് മുകളിലായിട്ട് അവരാ ഇവിടെ പൂജ നടത്തുന്നതെന്ന് പറയുന്നത്. എഗെയിൻ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് ഞങ്ങൾക്ക് തോന്നി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോർമൽ കേസിൽ ഈ മെയിൻ സ്ട്രീം മീഡിയാസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ എങ്ങനെ എത്തിപ്പെടാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡോക്കിന്നോ ഷില്ലോങ്ങിന്നോ ഒക്കെ ഷെയർ ടാക്സി വെച്ചോ അല്ലെങ്കിൽ ബൈക്ക് റെൻ്റൽ എടുത്തോ ഒക്കെ എത്തിപ്പെടാം. ഈ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഷില്ലോങ് എയർപോർട്ടാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വരുന്നത്, യൂഷ്വലി പറയുന്നത്, ഗുവാഹത്തി എയർപോർട്ടിൽ വന്ന് അവിടുന്ന് ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ക്യാബോ ബൈക്കോ ഒക്കെ എടുത്ത് നമുക്ക് വരാവുന്ന കാര്യമുള്ളൂ. ഈ ദോക്കിയിൽ നിന്ന് ഏതാണ്ട് 73ഓളം കിലോമീറ്റർ വരുന്നുണ്ട്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ദോക്കി, അവിടുന്ന് തൃശ്ശി ഫോൾസിലേക്കാണ്. തൃശ്ശി ഫോൾസ്, അവിടുന്ന് നാർത്തിയാങ്, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശി ഫോൾസും ദോക്കിയും, പിന്നെ ഇവിടെ ഒരു റോക്ക് ഗാർഡൻ ഒക്കെയുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് റോക്ക് ഗാർഡൻ്റെയാണ്. പക്ഷേ ഇത് ഒരു മസ്റ്റ് വിസിറ്റുള്ള പ്ലേസ് ആണ് ഗൈസ്. നിങ്ങൾ ഈ റോഡിൻ്റെ, ഞങ്ങൾ വന്ന റോഡൊക്കെ കണ്ടില്ലായിരുന്നോ? എന്തോരം വൃത്തികെട്ട റോഡാണ്. അവിടെ പണികൾ നടക്കുക. നമ്മുടെ കിഷോർ ഭായ് ഉള്ളോട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേജിൽ ഞങ്ങളുടെ വണ്ടി കംപ്ലീറ്റ്ലി ലോക്കായിപ്പോയി. ഞങ്ങളത് റിക്കവർ ആകുമെന്ന് പോലും ഞങ്ങൾ കരുതിയില്ല. ഈ അമ്പലം വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബറിൽ വന്നാൽ നിങ്ങൾക്ക് ദുർഗാപൂജ കാണാം. മൺസൂൺ സമയത്ത് ജൂൺ ടു സെപ്റ്റംബർ വന്നാൽ മഴ കാണാം, മഴ എക്സ്പീരിയൻസ് ചെയ്യാം. ആ കുന്ന് ഫുള്ള്, അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സ് ഫുള്ള് പച്ചപ്പിലായിരിക്കാം. നമ്മുടെ നവംബർ ഡിസംബർ അല്ലെങ്കിൽ നവംബർ ഫെബ്രുവരി ആ സമയത്ത് വന്നാലോ നല്ലൊരു തണുത്ത, ഒരു കോച്ചി പിടിക്കുന്ന തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനു മുന്നേ നിങ്ങൾ ഈ അമ്പലത്തെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കേട്ടത്? നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പുതുതായിട്ട് അറിവുകളുണ്ടോ? എന്നാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.